ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. ഒന്നിൻ്റെ പകുതി 1/2, അതിൻ്റെ പകുതി 1/4, അതിൻ്റെ പകുതി 1/8 ഇങ്ങനെയുള്ള സംഖ്യകളുടെ തുക ആണെന്നിരിക്കുക. അതായത് 1 + 1/2 + 1/4 + 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64 ഇതാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഇതിൻ്റെ എളുപ്പ വഴിയുണ്ട്. ഇതിൻ്റെ എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ തുക എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യ തന്നെയായിരിക്കും. ആ ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ഭിന്നസംഖ്യയുടെ ഛേദമായ ഇവിടെ 64 തന്നെയായിരിക്കും. ഇതിൻ്റെ അംശം എന്ന് പറയുന്നത് 64ന്റെ ഇരട്ടി, അതായത് 128, അതിനേക്കാൾ 1 കുറവ് 127. അപ്പോൾ 127/64 ആയിരിക്കും ഇതിന് ഉത്തരം. ഇതെങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 + 1/2 ഇതാണ് കണ്ടെത്തേണ്ടതെങ്കിൽ നമുക്കറിയാം. 1 + 1/2 അപ്പോൾ 2 × 1 2, 2 1 3, 3/2 ആയിരിക്കും. 3/2. ഇനി 1 + 1/2 + 1/4 ഇതാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഇവിടെ ഈ 1 + 1/2 3/2 ആണ്. 3/2 1/4 കൂട്ടിയാൽ മതി. 3/2 1/4 കൂട്ടുക എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം? 3/2 നമുക്ക് 6/4 എഴുതാം. 6/4 + 1/4 അതായത് ഒരേ ഛേദമായതുകൊണ്ട് 6 1 കൂട്ടി 7 7/4 എഴുതാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഉത്തരം 7/4 ആണ്. അടുത്ത 1/2 പ്ലസ് 1 + 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 ഇതാ കണ്ടെത്തേണ്ടതെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7/4 1/8 കൂട്ടിയാൽ മതി. 7/4 നമുക്ക് 14/8 എഴുതാം. 14/8 പ്ലസ് 1/8 ഇവിടെ ഒരേ ഛേദം 8 ആയതുകൊണ്ട് 14 1 15 15/8 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 15/8 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ 1/2 ആകുമ്പോൾ 2 ആണ് ഇവിടെ ഛേദം കിട്ടുന്നത്. ആ 2ന്റെ ഇരട്ടി 4നേക്കാൾ 1 കുറവാണ് 3. ഇവിടെ അങ്ങനെ 1/4 അവസാനത്തെ സംഖ്യ അതിൻ്റെ ഛേദമായിട്ട് വരുന്നത്. അതേ ഛേദമാണ് ഉത്തരത്തിൽ വരിക. 4ന്റെ ഇരട്ടി 8, 8 ന് 1 കുറവ് 7. ഇവിടെ 15/8 ആകുമ്പോൾ 1/8 ഛേദമായി 8 തന്നെയാണ്. 8ന്റെ ഇരട്ടി 16, അതിനേക്കാൾ 1 കുറവ് 15. ഈ രീതിയിലാണ് വരിക. അതാണ് നമ്മൾ ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നത്.